അപകടം പതിയിരിക്കുന്ന കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയോരം മുഴുവൻ അനധികൃത ഷെഡുകളും പൊന്തക്കാടുകളും മൺകൂനകളും. കാൽനടയാത്രക്കാർ റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിൽ. പരാതി നൽകിയിട്ടും പരിഹാരം കാണാതെ അധികൃതർ മൗനത്തിൽ. അപകടം പതിയിരിക്കുന്ന കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയോരം മുഴുവൻ അനധികൃത ഷെഡുകളും പൊന്തക്കാടുകളും മൺകൂനകളും. കാൽനടയാത്രക്കാർ റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ്. ശബരിമല തീർത്ഥാടകർ അടക്കം നൂറുകണക്കിന് ദീർഘദൂര വാഹനങ്ങൾ പോകുന്ന തിരക്കേറിയ പാത വർഷങ്ങളായി ഈ അവസ്ഥയിലാണ്. ചങ്ങരകുളം മുതൽ ജില്ലാ അതിർത്തിയായ കോലിക്കര വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ പതിവാണ്. ദിനംപ്രതി അപകടങ്ങൾ നടക്കുന്ന ഈ പാതയിലെ സുരക്ഷാ വീഴ്ചകൾ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ചങ്ങരകുളം മുതൽ വളയംകുളം വരെയുള്ള 3 കിലോമീറ്റർ പാതയോരമാണ് ഇപ്പോൾ അനധികൃത ഷെഡുകളും മൺകൂനകളും പുൽക്കാടുകളും കൊണ്ട് നിറഞ്ഞത്. തെരുവ് വിളക്ക് പോലും ഇല്ലാത്ത പാതയിൽ രാത്രികാലങ്ങളിൽ റോഡിന്റെ ദിശ അറിയുന്നതിനുള്ള മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടില്ല. പാതയിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനാണ് ചിയാനൂർ പാടത്തും വളയംകുളത്തും സെമി ഹബ്ബുകൾ സ്ഥാപിച്ചത്. എന്നാൽ ദീർഘദൂര വാഹനങ്ങൾക്കും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചരക്ക് വാഹനങ്ങൾ അടക്കമുള്ളവയ്ക്കും സെമി ഹബ്ബ് തിരിച്ചറിയുന്നതിനുള്ള ഒരു സിഗ്നൽ ലൈറ്റും ഇവിടെ ഇല്ലാത്തതിനാൽ ഹമ്പിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതുമൂലം വാഹനങ്ങൾ നിയന്ത്രണം വിടുന്നതും പുറകിൽ വാഹനങ്ങൾ ഇടിക്കുന്നതും പതിവാണ്. കൂടാതെ ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡിലെ മണ്ണും കോൺക്രീറ്റ് വേസ്റ്റുകളും പാതയോരങ്ങളിൽ ഇപ്പോഴും കൂട്ടിയിട്ടിരിക്കുകയാണ്. ഡ്രൈനേജുകൾ മുഴുവൻ മണ്ണ് വന്നടിഞ്ഞ് മഴവെള്ളം മുഴുവൻ റോഡിൽ കെട്ടിക്കിടക്കുന്നതും പാതയോരത്തെ പുൽക്കാടുകൾ മുഴുവൻ റോഡിലേക്ക് പടർന്നു പന്തലിച്ചു നിൽക്കുന്നതും റോഡിലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പാതയോരം മുഴുവൻ ഷെഡുകളും മൺകൂനകളും പുൽക്കാടുകളും നിറഞ്ഞതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ള നൂറുകണക്കിന് കാൽനടയാത്രക്കാർ തിരക്കേറിയ റോഡിലൂടെയാണ് നടക്കുന്നത്. അപകട സാധ്യത ചൂണ്ടിക്കാണിച്ച് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും വിഷയത്തിൽ അധികൃതർ മൗനം തുടങ്ങിയിട്ട് വർഷങ്ങളായി. കേരള വിഷൻ, കുറ്റിപ്പുറം.